ഹായ് ഫ്രണ്ട്സ്, പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഇന്ന് ഞാൻ അടിപൊളി ടേസ്റ്റിലുള്ള എല്ലാവർക്കും, അതായത് കുട്ടികൾക്കാണെങ്കിലും വലിയവർക്കാണെങ്കിലും ഇഷ്ടപ്പെടുന്ന നല്ല ഒരു ചിക്കൻ റോളിൻ്റെ റെസിപ്പിയാണ് ഇന്ന് ഞാൻ നിങ്ങളുമായിട്ട് ഷെയർ ചെയ്യാൻ പോകുന്നത്. ചില സാധനങ്ങളൊക്കെ നമ്മൾ ചെയ്യുന്ന സമയത്ത് ഓരോരുത്തർ പറയും, അയ്യോ അത് വീട്ടിലില്ല. പക്ഷെ നമ്മളൊന്ന് പുറത്തു പോയി മേടിച്ച് കഴിക്കുമ്പോൾ നമുക്ക് എത്ര പേരൊക്കെ കഴിക്കാൻ പറ്റും, നമുക്കത് എത്ര എണ്ണം ഉണ്ടാക്കാൻ പറ്റും. അതേസമയം അതിൻ്റെ പകുതി എക്സ്പെൻസ് പോലും വേണ്ട, നമുക്ക് ഓരോ സാധനം ഒരിത്തിരി മെനക്കേട് മതി. നമുക്ക് നമ്മുടെ വീട്ടിൽ തന്നെ ചെയ്യുവാണെങ്കിൽ നല്ല ടേസ്റ്റി ആയിട്ടും ഹെൽത്തി ആയിട്ടും നമുക്ക് ചെയ്യുന്ന നല്ല എന്താ പറയുക, നമുക്ക് ഗസ്റ്റൊക്കെ വരുമ്പോൾ തീർച്ചയായിട്ടും വീട്ടിൽ തന്നെ ഉണ്ടാക്കി കൊടുക്കാൻ നമ്മൾ പരിശ്രമിക്കണം. അപ്പൊ ഇതെങ്ങനെയാണ് ഉണ്ടാക്കുക എന്നുള്ളതിന്റെ വീഡിയോ നിങ്ങൾ സ്കിപ്പ് ചെയ്യാതെ കണ്ടു നോക്കണം. നിങ്ങളുടെ നല്ല സപ്പോർട്ട് എനിക്കുണ്ട്, തുടർന്നും നിങ്ങളുടെ നല്ല സപ്പോർട്ട് ഞാൻ പ്രതീക്ഷിക്കുന്നു. പിന്നെ ആദ്യമായിട്ട് ചാനൽ കാണുന്നവർ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്തേക്കണേ. ഇതിന്റെ കോട്ടിങ് നല്ല ക്രിസ്പി ആയിരിക്കും, അകത്ത് നല്ല എന്താ പറയുക സ്പൈസി ആയിട്ടുള്ള മസാലയാണ് ചെയ്തിരിക്കുന്നത്. അപ്പൊ നമ്മള് ചിക്കൻ റോൾ ചെയ്യാൻ വേണ്ടിയിട്ട് വേഗം, അതായത് വീഡിയോയ്ക്ക് ലെങ്ത് ഒന്നും കൂടാതിരിക്കാൻ വേണ്ടി ഞാൻ വേഗം പണിയൊക്കെ തീർത്ത് റെഡിയാക്കിയിട്ടുണ്ട്. ഇനി നമുക്കത് എല്ലാം റെഡിയാക്കിയാൽ മതി, സ്റ്റാർട്ട് ചെയ്താൽ മതി നമ്മുടെ ചിക്കൻ റോളിന്റെ റെസിപ്പി എങ്ങനെയാണെന്നുള്ളത്. ആദ്യം ഞാൻ വലിയ ഉള്ളി ചോപ്പ് ചെയ്ത് എടുത്തു വെച്ചിട്ടുണ്ട്. കുറച്ച് ക്യാരറ്റ് എല്ലാം ചോപ്പ് ചെയ്യുകയാണ് വേണ്ടത്. കൊറിയാണ്ടർ ലീവ്സ് ഉണ്ട്, ചില്ലി ഉണ്ട്, ഗ്രീൻ ചില്ലി. അത്യാവശ്യം നല്ല എരിവോട് കൂടിയ ചിക്കൻ റോളാണ്, കഴിക്കാൻ നമുക്ക് നല്ല ടേസ്റ്റ്. ജിഞ്ചർ, ഗാർലിക്ക് ഇത്രയും എടുത്തു വെച്ചിട്ടുണ്ട്. ചിക്കൻ ഞാൻ ഓൾറെഡി ബോയിൽ ചെയ്ത് കട്ട് ചെയ്ത് റെഡിയാക്കിയിട്ടുണ്ട്. ഉപ്പ്, കുരുമുളകും ഒരിത്തിരി മഞ്ഞൾപ്പൊടിയൊക്കെ ഇട്ട് വേവിച്ച് വെച്ചിരിക്കുന്നതാണ്. ഒരുപാട് കാര്യങ്ങൾക്ക് വേണ്ടിയിട്ട് രാവിലെ ചിക്കൻ വേണ്ടതുകൊണ്ട് ഞാനത് അങ്ങനെ എപ്പോഴും കയ്യിൽ നേരത്തെ തന്നെ ചെയ്ത് വെച്ചിരിക്കും. അപ്പം അതങ്ങനെ മാറ്റി വെക്കാം. പിന്നെ നമുക്ക് വേണ്ടത് മസാലകളാണ്. മസാലകൾ എല്ലാ മസാലയും തന്നെ വേണേ. അതായത് നമുക്ക് മല്ലിപ്പൊടി വേണം, മുളക് പൊടി വേണം, മഞ്ഞൾ, ഗരം മസാല, ചിക്കൻ മസാല, പെപ്പർ പൗഡർ, ടൊമാറ്റോ കെച്ചപ്പ്. ഇനി എന്തെങ്കിലുമൊക്കെ മറന്നു പോയിട്ടുണ്ടാകും, അത് വഴിയെ ചെയ്യുമ്പോൾ പറഞ്ഞു തരാം. നമ്മൾ ചിക്കൻ റോളിനുള്ള ഷീറ്റും നമ്മൾ തന്നെ തയ്യാറാക്കുകയാണ് ചെയ്യുന്നത്. ബാക്കി ഡീറ്റെയിൽ നമുക്ക് ചെയ്യുമ്പോൾ മനസ്സിലാവുകയെ. ഒരു പാൻ അടുപ്പത്ത് വെച്ചിട്ടുണ്ട്. നമുക്ക് പാൻ ചൂടായി വരുന്നുണ്ട്. ആ സമയം നമുക്ക് ഓയിൽ ഒഴിച്ചു കൊടുക്കാം. ഓയിൽ വളരെ കുറച്ച് മതി. നമുക്കെല്ലാം പെട്ടെന്ന് റെഡിയാക്കാം. കാരണം നമ്മളെല്ലാം സെറ്റാക്കി വെച്ചിരിക്കുന്നതാണ്. ഒരുപാട് സമയമൊന്നും കിടന്ന് വഴന്നൊന്നും റെഡി ആവേണ്ടതല്ല. നമുക്ക് ആദ്യം ഇഞ്ചിയും വെളുത്തുള്ളിയും കൂടെ കറിവേപ്പിലയും കൂടെ ഇട്ട് കൊടുക്കാം. അതൊന്ന് എണ്ണയിൽ കിടന്നൊന്ന് ജസ്റ്റ് ഒന്ന് സോട്ടായാൽ മതി. അപ്പോഴത്തേക്ക് നമുക്ക് ബാക്കി ഇൻഗ്രീഡിയൻസ് എല്ലാം കൂടി അങ്ങ് ചേർത്ത് കൊടുത്ത് റെഡിയാക്കി എടുക്കാം. ഇത് ഒരുപാട് വഴന്നു പോകേണ്ട ഐറ്റം ഒന്നുമല്ല നമുക്ക് ചിക്കൻ റോൾ ചെയ്യുമ്പോൾ. കാരണം ഇടയ്ക്ക് കടിക്കാനൊക്കെ കിട്ടണമല്ലോ, അതിനുവേണ്ടി പച്ചമുളകും കൂടെ ഇടുന്നുണ്ടേ. കുറച്ച് ഉപ്പ് ഇതിൽ കൂടെ ചേർത്ത് കൊടുക്കുകയാണ്. ഭയങ്കരമായിട്ടും വഴന്നു പോയിട്ടുണ്ടെങ്കിൽ നമ്മുടെ മസാല തന്നെ അങ്ങ് നമ്മൾ ഉദ്ദേശിക്കുന്നതിലും കുറഞ്ഞു പോകും. അതുകൊണ്ടൊന്ന് സോഫ്റ്റ് ആകണം. ഇനി ഞാനൊന്ന് മൂടി വെക്കുന്നുണ്ട്. നമുക്ക് ഉള്ളി വഴന്നിട്ടുണ്ട്. ഉള്ളി അതായത് നന്നായിട്ടൊന്ന് സോഫ്റ്റ് ആകണം, അത്രേ വേണ്ടൂ. ഈ സമയം ഞാൻ ക്യാരറ്റും കൂടെ ഇട്ട് കൊടുക്കുകയാണ്. അതുകൂടി ഇട്ട് കുറച്ച് ഉപ്പും കൂടെ ചേർക്കുന്നുണ്ടേ. ക്യാരറ്റിനും വലിയ വേവൊന്നും ഇല്ല, നമ്മൾ ചോപ്പ് ചെയ്തതായതുകൊണ്ട്. ഈ ചിക്കൻ റോളിൻ്റെ കൂടെ ക്യാരറ്റ് നിങ്ങൾ ചേർക്കുന്നതാണോ, നിങ്ങൾക്ക് ഇഷ്ടമുണ്ടോ എന്ന് അറിയത്തില്ല. പക്ഷെ നമുക്ക് ഇത് ചേർക്കുമ്പോൾ നല്ലൊരു ഇഷ്ടം തോന്നും. ക്യാരറ്റും ഇട്ട് വഴറ്റി ക്യാരറ്റും റെഡി ആയിട്ടുണ്ട്. ഇനി നമുക്ക് നമ്മുടെ ചിക്കൻ ഇട്ട് കൊടുക്കണം. മസാല ഇടുന്നതിന് മുന്നേ ചിക്കൻ ഇടണം. എന്താണെന്ന് വെച്ചാൽ നമ്മുടെ ചിക്കൻ്റെ പീസിലും ആ മസാല പിടിക്കണം. അപ്പോൾ മസാല ചേർക്കുന്നതിന് മുന്നേ ചിക്കൻ ഞാൻ 1 കപ്പാണ് എടുത്തിരിക്കുന്നത്. അതായത് ബോയിൽ ചെയ്തത് അരിഞ്ഞ് റെഡിയാക്കി ചിക്കൻ ഞാൻ 1 കപ്പ് എടുത്തിട്ടുണ്ട്. അതുകൂടെ നമുക്ക് ഈ ഉള്ളിൽ എന്നിട്ട് വഴറ്റി അതിന് ശേഷം മസാല ഇടാമെങ്കിൽ ചിക്കന് നല്ലൊരു ടേസ്റ്റ് വരും. അല്ലാന്നുണ്ടെങ്കിൽ ചിക്കൻ നമുക്കങ്ങനെ കടിക്കുമ്പം അത്ര ടേസ്റ്റി ആയിട്ട് ഫീൽ ചെയ്യത്തില്ല. നന്നായിട്ടൊന്ന് വഴറ്റണേ ചിക്കൻ ഇട്ടതിന് ശേഷം. ചിക്കൻ ഇവിടെ നന്നായിട്ട് വഴറ്റി എടുത്തിട്ടുണ്ട്. അതിനകത്തേക്ക് എടുത്ത് വെച്ചിരിക്കുന്ന
മസാല പൗഡർ എല്ലാം തന്നെ അങ്ങ് ചേർക്കണേ. എല്ലാം ചേർത്ത് ഒന്ന് ഫ്ലെയിം ഒന്ന് ലോ ഫ്ലെയിം ആക്കണം. ഈ സമയത്തൊരു കുത്തല് ചുമയൊക്കെ വരും. മുളക് പൊടിയും കുരുമുളകും ഒക്കെ കൂടി ഇട്ടതല്ലേ, അപ്പോൾ ഒരു കുത്തല് ഫീൽ ചെയ്യേ, ചുമയൊക്കെ വരാൻ ചാൻസ് ഉണ്ട്. ഇതൊന്ന് നന്നായിട്ടൊന്ന് മസാലപ്പൊടികളെല്ലാം ഇതിനകത്തൊന്ന് ആവാൻ വേണ്ടിയിട്ടൊന്ന് ഇളക്കി കൊടുക്കണം. മസാല നന്നായിട്ട് ഇളക്കി യോജിപ്പിച്ചു. അതിന് ശേഷം എടുത്ത് വെച്ചിരിക്കുന്ന ടൊമാറ്റോ കെച്ചപ്പ് ചേർത്ത് കൊടുക്കാം. ഒരുപാട് ചേർക്കരുതേ, നമ്മൾ നോക്കിയിട്ട് വേണം ചേർക്കാൻ. വല്ലാണ്ട് കൂടുതൽ ഇട്ടിട്ടുണ്ടെങ്കിൽ മസാല വല്ലാണ്ട് കുഴഞ്ഞു പോകും, പിന്നെ ഭയങ്കര മധുരമായിരിക്കും. ഇനി ഈ സമയം മല്ലിയിലയും കൂടെ ചേർത്ത് കൊടുക്കാം. മല്ലിയില ഇച്ചിരി കൂടിയാലും കുഴപ്പമൊന്നുമില്ല, നല്ല ടേസ്റ്റാണ് അതിന്. മല്ലിയിലയ്ക്ക് ഈ മസാലയ്ക്ക് മല്ലിയില ചേർക്കുന്നത് നല്ലതാണ് കേട്ടോ. ഇളക്കി മിക്സ് ചെയ്യണം. അത്യാവശ്യം നല്ല എരിവുണ്ട്. ഞാൻ ഓഫ് ചെയ്തു കേട്ടോ. ഓഫ് ചെയ്ത് ഒരിച്ചിരി ഉപ്പും ഒരിച്ചിരി സോസിൻ്റെ കുറവുണ്ടായിരുന്നു, അതും കൂടെ ഒന്ന് ചേർത്ത് നമ്മൾ മസാല ഓഫ് ചെയ്തതിന് ശേഷം എല്ലാം ഒന്ന് നോക്കണം കേട്ടോ. ഉപ്പും നല്ല എരിവും ഉണ്ട് കേട്ടോ. എനിക്ക് പിന്നെ നല്ല ജലദോഷമൊക്കെ കഴിഞ്ഞിരിക്കുന്ന, ചുമയൊക്കെ കഴിഞ്ഞിരിക്കുന്ന സമയം ആയതുകൊണ്ടാണെന്ന് അറിയത്തില്ല, നല്ല എരിവ് ഫീൽ ചെയ്യുന്നുണ്ട്. ഇനി ഇത് മാറ്റി വെച്ചിട്ട് നമുക്ക് നമ്മുടെ സ്പ്രിംഗ് റോളിന്റെ ഷീറ്റ് ഉണ്ടാക്കണമല്ലോ. ആ ഷീറ്റിന്റെ പണിയിലേക്ക് പോകാം. ഇത് ഇന്നത്തേക്ക് മസാലയൊക്കെ ഒന്ന് തണുത്ത് റെഡിയാകും. വളരെ സിമ്പിൾ ആയിട്ട് ഈസി ആയിട്ട് നമുക്കിത് നമ്മുടെ സ്പ്രിംഗ് റോളിന്റെ ഷീറ്റ് റെഡിയാക്കാം. ഞാൻ അതിന് വേണ്ടി 1 കപ്പ് മൈദ എടുത്ത് വെച്ചിട്ടുണ്ട്. ആവശ്യത്തിന് ഉപ്പ് ചേർക്കണം. പിന്നെ ഇതാ ഒരു മുട്ടയും കൂടെ ചേർത്ത് കൊടുക്കണം. നമുക്ക് മിക്സ് ചെയ്യണം. ഭയങ്കര തിക്കായിരിക്കരുത് നമ്മുടെ ബാറ്ററെ, ഇച്ചിരി ലൂസായിരിക്കണം. ഇനി വെള്ളം ഒഴിച്ചു കൊടുക്കണം. കുറേശ്ശെ ഒഴിച്ചു കൊടുക്കണം, ഒന്നിച്ചൊഴിച്ചു കൊടുക്കരുത്. പെട്ടെന്ന് മിക്സ് ആക്കാൻ അങ്ങനെ നോക്കിയിട്ടുണ്ടെങ്കിൽ നമുക്ക് ബാറ്ററി ലൂസായി പോകും. അപ്പോൾ കുറേശ്ശെ ഒഴിച്ചു കൊടുത്ത് ബാറ്റർ ഒന്ന് റെഡിയാക്കി എടുക്കണം. വളരെ സിമ്പിളായിട്ട് കണ്ടില്ലേ. നമുക്ക് ആവശ്യമുള്ള ദോശ എത്രയാണോ അതിനുള്ള, നമുക്ക് ഏത് സൈസിലാണോ നമ്മുടെ സ്പ്രിംഗ് റോൾ വേണ്ടത് അതിനുള്ള മൈദ എടുത്ത് നമുക്കിങ്ങനെ നൈസായിട്ട് ദോശ റെഡിയാക്കി എടുക്കണം. മൈദയും മുട്ടയും ഉപ്പും, വേറെ ഒന്നും ഞാൻ ചേർത്തിട്ടില്ല കേട്ടോ. നമ്മുടെ ബാറ്റർ റെഡി ആയിട്ടുണ്ട്. ഇനി നമുക്ക് ഓരോന്നോരോന്ന് ചുട്ടെടുക്കണം. ഈ ഒരു കൺസിസ്റ്റൻസിയാണ്. നമുക്ക് അഥവാ ചെയ്യുന്ന സമയത്ത് ടൈറ്റ് തോന്നുവാണെങ്കിൽ കുറച്ച് വെള്ളം കൂടെ ഒഴിച്ച് ഒന്ന് ലൂസാക്കി നമുക്ക് ദോശ പരത്തുമ്പോൾ അത് നമുക്ക് മനസ്സിലാവുകയെ. നമുക്ക് ദോശ ഓരോന്ന് ചുട്ടെടുക്കാം. നമ്മളിവിടെ നോൺ സ്റ്റിക്കിൻ്റെ ആണ് പാൻ വെച്ചിരിക്കുന്നത്. അത് ഇതിനകത്തേക്ക് കുറേശ്ശെ ഒഴിച്ചു കൊടുത്ത് നല്ല നൈസായിട്ട് പരത്തിയെടുക്കാം. നമുക്ക് വേണ്ട സൈസ് എത്രയാണോ ആ ഒരു സൈസിൽ വേണം നമ്മളിത് പരത്താനേ. ലോ ഫ്ലെയിം ആയിരിക്കണം, അധികം ഫ്രൈ ഒന്നും ആയി പോവണ്ട. ഈ മുകളിലത്തെ മാവൊന്ന് ഉണങ്ങി വരുന്ന സമയത്ത് നമുക്കതെടുത്ത് മറ്റേ സൈഡ് മറിച്ചിട്ട് റെഡിയാക്കി എടുക്കാം. വല്ലാണ്ട് ഉണങ്ങി പോയിട്ടുണ്ടെങ്കിൽ നമുക്കിത് ഫോൾഡ് ചെയ്യുന്ന സമയത്ത് ഭയങ്കര ബുദ്ധിമുട്ടായിരിക്കും, ടൈറ്റ് ആയിരിക്കും. അപ്പൊ ഇതുപോലെ ഒന്നിട്ട് ആ മുകളിലത്തെ മാവ് ഉണങ്ങി കഴിയുമ്പോൾ നമുക്ക് മറിച്ചിട്ട് എടുക്കാം. ഇതാ ഇപ്പൊ ഇത് റെഡി ആയിട്ടുണ്ട്. നമ്മളിങ്ങനെ നല്ല സോഫ്റ്റ് ആയിട്ട് ഇങ്ങനെ കിടക്കണം, എന്നാലേ നമുക്കത് ഫോൾഡ് ചെയ്യത്തുള്ളൂ. അടുത്തത് നമുക്ക് അതുപോലെ റെഡിയാക്കി എടുക്കാം. എത്ര സിമ്പിളായിട്ട് നമ്മൾ റെഡിയാക്കിയാൽ നോക്കിക്കേ. ഇനി ഇതെല്ലാം ഞാനൊന്ന് റെഡിയാക്കി എടുക്കട്ടെ. നമുക്ക് ആവശ്യം നമ്മുടെ സ്പ്രിംഗ് റോളിനുള്ള ഷീറ്റ് എല്ലാം ഇവിടെ റെഡി ആയിട്ടുണ്ട്. വളരെ നൈസായിട്ട് ഇതുണ്ടോ, ഇങ്ങനെ സോഫ്റ്റ് ആയിട്ടിരിക്കണേ, അല്ലെങ്കിൽ നമുക്ക് ഫോൾഡ് ചെയ്യുമ്പോൾ ബുദ്ധിമുട്ടാവും. പിന്നെ നമ്മൾ എന്താ മുട്ട ചേർക്കണമെന്നുള്ളത് നിർബന്ധം. അല്ലെങ്കിൽ നമ്മളിത് ഫോൾഡ് ചെയ്യുന്ന സമയത്ത് ഇത് മുറിഞ്ഞു പോകും. മുറിഞ്ഞു പോകാതിരിക്കാനാണ് നമ്മൾ മുട്ട ചേർക്കുന്നത്. ഇനി നമുക്ക് ഫില്ലിങ്സ് ഒക്കെ റെഡിയാക്കാം. ഫില്ലിങ്സ് ഇതിനകത്തിട്ട് റോൾ ചെയ്ത് റെഡിയാക്കി നമ്മൾ ബാറ്റർ ഉണ്ടാക്കിയ പാത്രത്തിലേക്ക് കുറച്ച് വെള്ളവും കൂടെ ഒഴിച്ച് ഞാൻ ഒന്ന് ലൂസാക്കി എടുത്തിട്ടുണ്ട്. അതായത് നമുക്ക് ആ ഷീറ്റ് ഒട്ടിക്കുമ്പോൾ അതിൽ തേക്കാൻ വേണ്ടിയിട്ടേ. നമ്മൾ ഇതുപോലെ ഷീറ്റ് എടുത്ത് വെച്ച് അതിലേക്ക് നമുക്ക് ആവശ്യത്തിനുള്ള ഫില്ലിങ്സ് വെച്ച് കൊടുക്കണം. ഓവർ ആകരുത്. ഓവർ ആയിട്ടുണ്ടെങ്കിൽ ഭയങ്കര തടിച്ച് വേർതിരിക്കും. ഒന്ന് പ്രസ് ചെയ്ത് കൊടുക്കുക. അതിന് ശേഷം നമുക്ക് നമ്മുടെ ഈ പേസ്റ്റ് എല്ലാ സൈഡിലും ഒന്ന് തേച്ച് കൊടുക്കണം. നമ്മുടെ ഒട്ടിപ്പിടിക്കാൻ വേണ്ടിയിട്ടാണ് നമ്മൾ ഇതുപോലെ ചെയ്യുന്നത്. ഇനി ഇതൊന്ന്
ഫോൾഡ് ചെയ്യുക. ഒന്നുകൂടെ ഒന്ന് പൊട്ടി പോരാതിരിക്കണം, എണ്ണയിലേക്ക് പൊട്ടി പോകരുത്. നമ്മൾ ഇനി ബ്രെഡിന്റെ കോട്ടിംഗ് ഉണ്ട്, അപ്പോൾ എന്തായാലും പൊട്ടിയൊന്നും പോരത്തില്ല. നമ്മളിത് മടക്കുമ്പം ഈ രണ്ട് സൈഡും കറക്റ്റ് ആയിരിക്കണം. എന്നിട്ട് തിരിച്ച് നമ്മളിങ്ങനെ ഇതുണ്ടോ, നല്ല ഷേപ്പിൽ നമുക്ക് കിട്ടിയില്ലേ. ഇതുപോലെ നമുക്ക് എല്ലാം ചെയ്തെടുക്കണേ. നമ്മുടെ റോളെല്ലാം ഇവിടെ റെഡി ആയിട്ടുണ്ട്. ഇനി നമുക്ക് ഇതൊന്ന് ഡിപ്പ് ചെയ്ത് കോട്ട് ചെയ്ത് ഫ്രൈ ചെയ്യണം. നമ്മൾ ആദ്യം ബാറ്റർ തയ്യാറാക്കിയതിനകത്തേക്ക് കുറച്ച് മൈദയും കൂടി ഇട്ടിട്ട് ഞാൻ അതിനകത്ത് കുറച്ച് വെള്ളമൊക്കെ ഒഴിച്ച് ഒന്ന് ലൂസാക്കി. മൈദ ഇടുമ്പോൾ ഇച്ചിരി ഉപ്പും കൂടി ഇടണം കേട്ടോ, അല്ലെങ്കിൽ നമ്മുടെ ആ കോട്ടിങ്ങിന് ടേസ്റ്റ് ഉണ്ടാവില്ല. നന്നായിട്ട് ലൂസാക്കണം. ഇനി നമുക്ക് ഈ ബാറ്ററിലേക്ക് ഡിപ്പ് ചെയ്ത് ബ്രെഡ് ക്രംസിൽ കോട്ട് ചെയ്യണം. ഭയങ്കര ടൈറ്റ് ബാറ്റർ വേണ്ട. ഇങ്ങനെ ഇട്ടുമ്പം മറ്റേ കൈ കൊണ്ട് വേണം നമ്മളിത് കോട്ട് ചെയ്യാൻ, അല്ലെങ്കിൽ നമ്മുടെ ബ്രെഡ് ക്രംസ് ഫുള്ള് വേഗം കുഴഞ്ഞു പിടിക്കും. നമുക്ക് അതിനേരം അധികം എണ്ണത്തിന് നമുക്കത് യൂസ് ചെയ്യാൻ പറ്റില്ല. ഇതിങ്ങനെ ചെയ്യാന്നുണ്ടെങ്കിൽ നമ്മുടെ ഈ ഒരു കൈ ഡ്രൈ അല്ലേ, അപ്പം കുഴപ്പമില്ല. അല്ലെങ്കിൽ ഒരു കൈയും കൊണ്ട് തന്നെ ചെയ്യാൻ നോക്കുമ്പോൾ മറ്റേ ആ കൈ കഴുകി, അപ്പം താമസം വരും. ഇങ്ങനെ നമുക്കെല്ലാം റെഡിയാക്കി എടുക്കണം. അടുത്തതും ഇതുപോലെ ഡിപ്പ് ചെയ്യാം. അങ്ങനെ നമ്മുടെ ആ പരിപാടിയും ഇവിടെ കഴിഞ്ഞിരിക്കുകയാണ്. ഇനി നമുക്കിത് ഫ്രൈ ചെയ്തെടുക്കാം. അതോ ഒരുപാട് സ്റ്റെപ്പ് ഒന്നും ഉണ്ടെന്ന് നിങ്ങളെ വിചാരിക്കണ്ട കേട്ടോ. നമ്മളിങ്ങനെ വീഡിയോ ചെയ്യുന്നതുകൊണ്ടാണ് നമുക്കിത് താമസം പോലെയൊക്കെ ഫീൽ ചെയ്യുന്നത്. നമ്മൾ അതല്ലാതെ സ്വന്തമായിട്ട് വീട്ടിൽ തയ്യാറാക്കുമ്പോൾ നമുക്ക് വേഗം റെഡിയാക്കാൻ പറ്റും. നമ്മുടെ ഓയില് ഇവിടെ ചൂടായി വന്നിട്ടുണ്ട്. സൺഫ്ലവർ ഓയിലാണ് എടുത്തിരിക്കുന്നത്. അതായത് നമ്മൾ ഏത് ഓയിലാണ് സോട്ട് ചെയ്തിരിക്കുന്നത് അതേ ഓയിലിൽ തന്നെ വേണം നമ്മൾ ഫ്രൈ ചെയ്തെടുക്കാനും. ഇനി നമുക്ക് ഇതിലേക്ക് ഇട്ട് കൊടുക്കാം. നല്ല ചൂടായി കിടക്കുന്ന ഓയിലിൽ വേണം നമ്മൾ ഫ്രൈ ചെയ്തെടുക്കാൻ. അപ്പോൾ എണ്ണയൊന്നും കുടിക്കാതെ കോട്ടിംഗ് ഒക്കെ നല്ല ഡ്രൈ ആയി തന്നെ കിട്ടും നമുക്ക്. ഒരു സൈഡ് റെഡി ആയി കഴിയുമ്പോൾ മറ്റേ സൈഡ് നമുക്ക് മറിച്ചിട്ട് കൊടുക്കണം. അങ്ങനെ രണ്ട് സൈഡും വളരെ എളുപ്പത്തിൽ നമുക്ക്, കാരണം ഉള്ളിലെ ഫില്ലിങ്സ് എല്ലാം നമ്മൾ വേവിച്ചതാണ്. ഇനി ഇതിൻ്റെ ഈ കോട്ടിങ് മാത്രം ഒന്ന് ഫ്രൈ ആയാൽ മതി, കരിഞ്ഞു പോകാതെ നല്ല കളറോട് കൂടി തന്നെ നമുക്കത് തിരിച്ചിട്ട് നല്ല റെഡിയാക്കി എടുക്കണം. ഒരു സൈഡ് മാത്രം ഇട്ടിട്ടുണ്ടെങ്കിൽ അത് പെട്ടെന്ന് ആ സൈഡ് കരിഞ്ഞു പിടിക്കും. അപ്പം നമ്മൾ ഇടയ്ക്കൊന്ന് തിരിച്ചിട്ടും കൂടെ കൊടുക്കുകയാണെങ്കിൽ രണ്ട് സൈഡ് നമുക്ക് ഒരേപോലെ റെഡിയാക്കി എടുക്കാൻ പറ്റുമേ. ഇതിനി ഒന്നുകൂടി ഒന്ന് മറിച്ചിട്ട് കൊടുക്കണം. ഞാൻ പറഞ്ഞല്ലോ, ഒരു സൈഡ് മാത്രം കുറേ ടൈം അങ്ങനെ കിടന്നിട്ടുണ്ടെങ്കിൽ അത് കരിഞ്ഞു പോകും. രണ്ട് സൈഡും ഒരേപോലെ ഇട്ട് കൊടുക്കുകയാണെങ്കിൽ കറക്റ്റ് നമുക്ക് കിട്ടും. നമുക്കിവിടെ നമ്മുടെ റോളെല്ലാം റെഡി ആയിട്ടുണ്ട്. ഇനി ഇത് പതിയെ എണ്ണയിൽ നിന്ന് കോരിയെടുക്കാം. സൂക്ഷിച്ച് വേണേ, ചൂടെണ്ണ കൈകാര്യം ചെയ്യുമ്പം നമുക്കല്ലെങ്കിൽ ധൈര്യമില്ലെങ്കിൽ സപ്പോർട്ടിന് ഇങ്ങനെ ഒരെണ്ണം കൂടെ ചേർത്ത് പിടിക്കുവാണെങ്കിൽ നമുക്ക് പേടിക്കാതെ എടുക്കാം. നല്ല ഡ്രൈ ആയിരിക്കട്ടെ, എണ്ണയൊന്നും കുടിച്ചിട്ടില്ല. ഉണ്ടോ? നിങ്ങൾക്കത് കാണുമ്പോൾ വീഡിയോയിൽ മനസ്സിലാവുമെന്ന് വിചാരിക്കുന്നു. അടുത്തതും കൂടെ നമുക്കിങ്ങനെ ഇതുപോലെ ഇട്ട് റെഡിയാക്കി എടുക്കാം. നമ്മുടെ ചിക്കൻ റോളെല്ലാം എണ്ണയിൽ കിടന്ന് കുളിച്ച് കുട്ടപ്പനായി കഴിക്കാൻ പാകമായിട്ട് വന്നിട്ടുണ്ട്. ഇതിന് നല്ല ചൂടുണ്ട്, അതുകൊണ്ട് ചൂട് നമുക്ക് ഒരു പീസ് ഇതുണ്ടോ, നല്ല ഫില്ലിങ്സ് ആണ്. നല്ല സോസൊക്കെ മുക്കി കഴിച്ച് നോക്കണേ. അപ്പോഴേ നിങ്ങൾക്ക് അതിൻ്റെ ടേസ്റ്റ്, ഈ സോസ് മുക്കി കഴിക്കുമ്പോൾ അതിൻ്റെ സ്പൈസി ഒന്നും നമുക്ക് വിഷയമില്ലാതെ വരും. ഓക്കെ, അപ്പോൾ ഫ്രണ്ട്സ്, ഇന്നത്തെ എൻ്റെ ഈ പുതിയ റെസിപ്പി നിങ്ങൾക്ക് എല്ലാവർക്കും ഇഷ്ടപ്പെട്ടെന്ന് വിചാരിക്കുന്നു. ഇഷ്ടപ്പെട്ടെങ്കിൽ ഒന്ന് ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും, ആദ്യമായിട്ട് ചാനൽ കാണുന്നവർ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്തിരിക്കുന്നേ. ഇത്രയും സൂപ്പറായിട്ടുള്ളൊരു ഡിഷ് നിങ്ങൾ എന്തായാലും ട്രൈ ചെയ്യാതെ പോകരുത്. പുതിയൊരു വീഡിയോയിൽ നമുക്ക് വീണ്ടും കാണാം. എല്ലാവർക്കും നല്ലൊരു ദിവസം ആശംസിക്കുന്നു. താങ്ക്. Please like, share and subscribe Shaji's Kitchen Malabar.